ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ SN ഓട്ടോമൊബൈൽ ടെക് വ്ലോഗിലെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മാരുതി സുസുക്കി സൂപ്പർ കേരിയുടെ എഞ്ചിൻ വർക്കാണ്. എഞ്ചിൻ വർക്ക് പാർട്ട് 2 ആണ്. ഇത് നമ്മൾ എഞ്ചിന് ലെയ്ത്തിലൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് പുതിയൊരു എഞ്ചിന് പോലെ ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. പുതിയ പിസ്റ്റൻ, അതുപോലെ തന്നെ പുതിയ സ്ലീവ്, അതുപോലെ തന്നെ പുതിയ കണക്റ്റിംഗ് റോഡ് ബെയറിങ്, പിന്നെ പുതിയ പിസ്റ്റൺ റിങ്സ് എല്ലാം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ക്രാങ്ക് ബെയറിങ് എല്ലാം പുതിയ ഹെഡ് ഗാസ്കറ്റ് നമ്മളിവിടെ എടുത്തു. അതുപോലെ തന്നെ ഹീറ്റർ പ്ലഗ് 2 കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പേസ്റ്റ്, ടൈമിംഗ് ചെയിന്, പുതിയ അഡ്ജസ്റ്റർ, അതുപോലെ തന്നെ 2 ഗൈഡ്, പിന്നെ ഓയിൽ സീലുകൾ എല്ലാം നമ്മൾ പുതിയതെടുത്തു. അതുപോലെ പിന്നെ ഹെഡും ലൈത്തിൽ കൊടുത്ത് അടിപൊളിയായി പുതിയതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. വാൽവുകൾ, ഇല്ലറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും എല്ലാം നമ്മൾ പുതിയത് ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ 8 വാൽവുകൾ വരുന്നുണ്ട്. 2 പിസ്റ്റണിൽ 2 സിലിണ്ടർ വാഹനമാണ്. അപ്പോൾ 2 പിസ്റ്റണിൽ 8 വാൽവ്, 2 ഇല്ലറ്റും 2 എക്സോസ്റ്റും, അതുപോലെ തന്നെ ഒന്ന് ഫേസ് ചെയ്ത് ഹെഡ് പുതിയതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് ഗാസ്കറ്റ് വെച്ച് സെറ്റ് ചെയ്യണം. ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. പുതിയത് നമ്മൾ ഓർഡർ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. മാനിഫോൾഡ് അത് മാരുതിയുടെ ജെന്യുവൻ പാർട്സാണ്. അപ്പോൾ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് എല്ലാം ലെയ്ത്തിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ 2 സിലിണ്ടർ ആയതുകൊണ്ട് ബാലൻസർ വരുന്നുണ്ട്. ബാലൻസറും സെറ്റ് ചെയ്തു. കണക്റ്റിംഗ് റോഡ് ചെറിയൊരു ഷേക്ക് വേണം. അപ്പോൾ അതും കറക്റ്റായ രീതിയിൽ ലൈറ്റിൽ തന്നെ സെറ്റ് ചെയ്തു. ഇതിൻ്റെ സ്പ്രേ ജെറ്റ് അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് കറക്റ്റ് ചെയ്ത് ഹെഡ് സെറ്റ് ചെയ്യേണ്ടത്. ഈ കാണുന്നത് സൈഡിൽ കാണുന്നത് ബാലൻസറാണ്. ബാലൻസറും ക്രാങ്കുമായിട്ടാണ് സെറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ഇത് ഓയിൽ കൂളറാണ്. ഓയിലിനെ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന കൂളറാണ്. കൂളൻ്റ് വാട്ടർ വഴിയാണ് ഇത് വർക്ക് ചെയ്ത് തണുപ്പിക്കുന്നത് കണ്ടോ. ഈ ഒരു ലൈൻ വഴി വെള്ളത്തിന് തണുപ്പിക്കുകയും വെള്ളം ഓയിലിനെ തണുപ്പിക്കുകയും ചെയ്യും കണ്ടോ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ബാലൻസറിൻ്റെ ടൈമിംഗ് ആണ് ഇതായി കാണുന്നത്. 2 ഡോട്ട് കറക്റ്റ് ആയിരിക്കണം. ബാലൻസർ ഈ ക്രാങ്കുമായിട്ടുള്ള ടൈമിംഗ് ആണ്. ഈ ഒരു ബാലൻസർ മുകളിലോട്ട് ആരോ മാർക്ക് വരുന്നതായിരിക്കും. അപ്പോൾ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലായിരിക്കും നിൽക്കുന്നത് ബാലൻസറിൻ്റെ ടൈമിങ്. ഇനി നമുക്ക് എൻജിൻ ടൈമിംഗ് വെക്കണമെങ്കിൽ ഈ 2 ഡോട്ട് വരുന്ന ഭാഗം മുകളിലോട്ടായിരിക്കണം. ഇത് സാധാരണഗതിയിൽ കമ്പനി വരുമ്പോൾ ടൈമിംഗ് ടൂളുണ്ട്. നമ്മളതിൽ ടൈമിംഗ് ടൂൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് രീതിയിൽ ഈ ഡോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും കണ്ടോ. ഈ ഒരു ഡോട്ട് മുകളിലോട്ട് വരുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഈ 2 ഡോട്ട് വരുന്ന സൈഡിൽ കണ്ടോ, ഈ ഒരു മാർക്കിംഗ് വരുന്ന ഭാഗം, ഈ ഒരു ആരോ മാർക്ക് വരുന്ന ഭാഗം കറക്റ്റ് ആയിരിക്കണം. പിന്നെ താഴോട്ട് വരുമ്പോൾ ഒരു മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിസ്റ്റൺ നിൽക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ TDCയിൽ നിന്നും BDCയിൽ നിന്നും സെൻറ്റർ കണക്കാക്കിയായിരിക്കും പിസ്റ്റൺ നിൽക്കുന്നത്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ സെൻറ്റർ കണക്കാക്കിയായിരിക്കും പിസ്റ്റൺ നിൽക്കുന്നത്. ആ ഒരു ടൈമിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു ബാക്കിൽ കണക്റ്റിംഗ് റോഡ് ജസ്റ്റ് ഒന്ന് തട്ടുന്ന രീതിയിലായിരിക്കും ഈ ഹോളിലോട്ട് കയറി പോകേണ്ടത്. അതാണ് ഇതിൻ്റെ ടൈമിംഗ്. ഫ്രണ്ടും ബാക്കും എല്ലാം ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് വാട്ടറിൻ്റെ ഒരു ജെറ്റാണ്. സിലിണ്ടറിനകത്ത് വരുന്ന പ്രഷർ കൺട്രോൾ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ജെറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഹെഡ് ഗ്യാസ്കറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടൈമിംഗ് എപ്പോഴും നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഹെഡ് സെറ്റ് ചെയ്യാവൂ കണ്ടോ. മാർക്കിംഗ് കണ്ടോ, ഡോട്ട് വരുന്ന ഭാഗം മുകളിലോട്ടായിരിക്കും 2 ബാലൻസറിൻ്റെയും ക്രാങ്കിൻ്റെയും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹെഡിൻ്റെ ബോൾട്ടൊക്കെ കഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസ്കറ്റ് സെറ്റ് ചെയ്യണം. ഗ്യാസ്കറ്റ് ടോപ്പ് ഭാഗം കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യണം. മുകളിലോട്ട് വരുന്ന ഭാഗം എഴുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഹെഡ് സെറ്റ് ചെയ്യാനായിട്ട് ടോർക്ക് ബ്രഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് അളവിന് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം ഹെഡും നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹെഡിൻ്റെ ബോൾട്ടെല്ലാം കറക്റ്റ് രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു 6 ബോൾട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഒരു താഴെ ഒരു 12ൻ്റെ ബോൾട്ടും വരുന്നുണ്ട്. അത് നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ഹൈഡ്രോളിക് ലിഫ്റ്റർ വരുന്നത്. അപ്പോൾ 8 ലിഫ്റ്റർ വരുന്നുണ്ട്. ഇത് നമ്മൾ ഓയിലിട്ടൊന്ന് കുളിപ്പിച്ചതിന് ശേഷം മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. 8 ലിഫ്റ്റർ നമ്മൾ കറക്റ്റ് ചെയ്ത് വാൽവിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈഡ്രോളിക് ലിഫ്റ്റർ എന്ന് പറയുമ്പോൾ വാൽവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓയിലിൻ്റെ പ്രഷർ കാരണം കറക്റ്റ് രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ സൗണ്ടൊക്കെ നല്ല സ്മൂത്തായിരിക്കും. അപ്പോൾ ഓയിലിൻ്റെ പ്രഷർ കൊണ്ടാണ് സൗണ്ട് എപ്പോഴും നമ്മൾ നല്ല സ്മൂത്ത് ആവുന്നത്. ഓയിൽ എപ്പോഴും കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുക. അടുത്തായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ക്യാം ഷാഫ്റ്റാണ്. ഈ കാണുന്നത് ക്രാങ്കിൻ്റെ സെൻസർ പിടിക്കാനുള്ള ക്യാം ഷാഫ്റ്റിൻ്റെ ഒരു ഗാഡിയാണ്. അപ്പോൾ ഇത് ഹൈ പ്രഷർ പമ്പ് വർക്ക് ചെയ്യാനുള്ള എക്സോസ്റ്റിൻ്റെ ക്യാമിൽ വരുന്നതാണ്. അപ്പോൾ എക്സോസ്റ്റും ഇല്ലറ്റും ക്യാമും നമ്മൾ പേസ്റ്റ് വെച്ച് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിലൊരു പാക്കിങ് കാര്യങ്ങളൊന്നും വരത്തില്ല. എല്ലാം പേസ്റ്റിൻ്റെ കളിയായിരിക്കും അപ്പോൾ അത് നമ്മൾ പേസ്റ്റ് വെച്ച് സെറ്റ് ചെയ്തു. ഇതാണ് ക്യാം ഷാഫ്റ്റിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ. ക്യാം ഷാഫ്റ്റ് 2 ടൈമിംഗ് ഡോട്ട് വരുന്ന ഭാഗം ഒരു അലങ്കി വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ 2 സ്പ്രോക്കറ്റ്, പുതിയ ടൈമിംഗ് ചെയിന്, 2 ഗൈഡും അഡ്ജസ്റ്ററും നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ടൈമിംഗ് കറക്റ്റിന് ശേഷം ഇതിൻ്റെ ലോക്ക് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയിനെ ടൈറ്റ് ചെയ്ത് നിർത്തുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും ടൈമിംഗ് ചെയിൻ വരുന്നത്, ഫ്രണ്ടിൽ വരത്തില്ല. അപ്പോൾ ടൈമിംഗ് ചെയിൻ മാറ്റണമെങ്കിൽ
എപ്പോഴും ഇതിൻ്റെ എഞ്ചിൻ ഇറക്കിയാൽ മാത്രമേ ബാക്ക് ക്ലച്ച് ഗിയർ ബോക്സ് കളക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ മാറാൻ കഴിയത്തുള്ളൂ. ഇതും സെലേറിയവും സെയിം എഞ്ചിനാണ് മാരുതി സുസുക്കിയുടെ. അപ്പോൾ ചെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈമിങ് ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ഒന്ന് കറക്കി നോക്കണം. എല്ലാം കറക്റ്റാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് കവറിലുള്ള ഓയിൽ സീൽ പുതിയത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാരുതിയുടെ ജെന്യൂൻ പാർട്സാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ടൈമിംഗ് കവറിൽ തന്നെ ഓയിൽ പമ്പ് വരുന്നുണ്ട്. ഓയിൽ പമ്പ് ചെയ്ത് എല്ലാ ഭാഗത്തോട്ടും എത്തിക്കാനുള്ള ഓയിൽ പമ്പും ഈ ഒരു ടൈമിംഗ് കവറിലായിട്ട് വരുന്നുണ്ട്. ഈ ഓയിൽ പമ്പ് കറങ്ങാനായിട്ട് ഈ ഒരു ബാലൻസറിൻ്റെ ഒരു ലോക്കാണ് വരുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്തു. ഓയിൽ സ്റ്റെയിനർ, ഓയിൽ പമ്പ് ചെയ്ത് എത്തിക്കാനുള്ള ഓയിൽ സ്റ്റെയിനറും ഈ ഒരു ടൈമിംഗ് കവറിൽ കൂടി തന്നെ വരുന്നുണ്ട്. അതിനുശേഷം ക്രാങ്ക് കേസ് ഓയിൽ പാൻ വരുന്നുണ്ട്. ഇതും പശ തേച്ച് നമ്മൾ കറക്റ്റ് രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഓയിൽ പാനും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം വാഹനത്തിൻ്റെ ഏകദേശമുള്ള നമ്മളെല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവ്, വാട്ടർ പമ്പ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഓൾട്ടർനേറ്റർ, അതുപോലെ തന്നെ ഇൻടേക്ക് മാനിഫോൾഡ്, ഓൾട്ടർനേറ്റർ 2-3 വോൾട്ട് വരുന്നുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തു. ഇൻടേക്ക് മാനിഫോൾഡിലും അതുപോലെ തന്നെ ഹീറ്റർ പ്ലഗ് 2 നമ്മൾ സെറ്റ് ചെയ്തു പുതിയത്. അത് ഇഞ്ചക്ടർ 2 സെറ്റ് ചെയ്തു. മണ്ണും പൊടി ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് കവറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ടർബോ ചാർജർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വാട്ടർ പമ്പ് പശ വെച്ച് നല്ല ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് വാക്കം പമ്പർ, ബ്രാക്കിൻ്റെ വാക്കം പമ്പാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ പുതിയ ക്ലച്ചും ഫ്ലൈ വീലും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പുതിയ ക്ലച്ച് നമ്മളിപ്പോൾ ഇപ്പോഴാകുമ്പോൾ എളുപ്പം ഉള്ളതുകൊണ്ട് കസ്റ്റമറിനോട് പറഞ്ഞപ്പോൾ പുതിയ ക്ലച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് കയറ്റണം. പശയൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട്. ക്രാങ്കേഴ്സിൽ വരുന്ന ഗിയർ ബോക്സിൽ വരുന്ന റിലീസ് ബെയറിങ് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ഇനി ഗിയർ ബോക്സും ചുറ്റുബോൾട്ടും എല്ലാം നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം എൻജിൻ വാഹനത്തിലോട്ട് മൊത്തത്തിൽ എൻജിനും ഗിയർ ബോക്സും മൊത്തത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ബാക്ക് മൗണ്ടിങ്, എൻജിൻ്റെ ഗിയർ ബോക്സ് മൗണ്ടിങ് പിടിച്ചിട്ടതിന് ശേഷം മാത്രമേ എൻജിൻ ഫൗണ്ടേഷൻ പിടിച്ച് വയറിംഗ് ഒക്കെ കൊടുത്ത് വാഹനത്തിലോട്ട് എൻജിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹൈ പ്രഷർ പമ്പും അതുപോലെ തന്നെ റയലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. റേഡിയേറ്റർ ഹോസ് കൊടുത്തു. പിന്നെ മൗണ്ടിങ് എല്ലാം ടൈറ്റ് ചെയ്തു. പുതിയ എയർ ഫിൽറ്റർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വയറിംഗ് കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. പുതിയ കൂളൻ്റ്, പുതിയ എൻജിൻ ഓയിൽ. അപ്പോൾ എല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ വാഹനം ഡീസലിലൊന്ന് എയർ എടുത്തിട്ടുണ്ട്. ഒന്ന് സെൽഫ് അടിച്ച് ഇഞ്ചക്ടറിൽ എയർ എടുത്ത്, ഡീസൽ വാഹനങ്ങളിലെല്ലാം എയർ എടുത്താലേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണെന്ന്. അത് നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ടുണ്ട്. ഡീസൽ ലോഡായി വരുന്നുണ്ട്. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. ഗിയർ ബോക്സ് ഒക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ ക്ലച്ചൊക്കെ സെറ്റ് ചെയ്തു. പുതിയ ക്ലച്ചാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളൊക്കെ നമ്മൾ കൊടുത്തു. ഗിയർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പ്രൊപ്പലർ ഷാഫ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വാഹനം നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 2000-3000 കിലോമീറ്റർ വരെ നമുക്ക് എൻജിൻ ഓയിൽ അടുത്തതിന് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 7000-6000 കിലോമീറ്ററിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്നാൽ മാത്രമേ ലൈഫ് കിട്ടത്തുള്ളൂ. വാഹനം നല്ല സ്മൂത്തായി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പം തന്നെ ഓയിലിൻ്റെ ലൈറ്റ് അണയുന്നുണ്ട്. കാണിച്ചു തരാം. ഇത് ഓയിലിൻ്റെ ലൈറ്റാണ്. കണ്ടോ? സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഓയിലിൻ്റെ ലൈറ്റ് അണയാൻ കാരണം നമ്മൾ ഒരു പേസ്റ്റ് കാര്യങ്ങളോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല വലുതായിട്ട് ഈ ഓയിൽ പാസേജ് വഴി. എന്നാൽ മാത്രമേ എഞ്ചിൻ്റെ ലൈഫ് ഒരുപാട് കിട്ടത്തുള്ളൂ. പേസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈറ്റ് അണയത്തില്ല. അപ്പോൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി വാഹനം ഒന്ന് റൈസ് ചെയ്ത് കാണിച്ചു തരാം. നല്ല സ്മൂത്തായി റൺ ചെയ്യുന്നുണ്ട്. ഇനി സീറ്റൊക്കെ സെറ്റ് ചെയ്യണം. ഗിയറിൻ്റെ കേബിളുകൾ സെറ്റ് ചെയ്യണം. ഇനി വാഹനം ഒന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ മറന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തിക്കോളൂ. ഇതുപോലുള്ള എഞ്ചിൻ വർക്കൊക്കെ നമുക്ക് ഈ ഒരു മെക്കാനിക് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.